steps to learn and solve one-word substitution type of questions. ഇവിടെ നമ്മൾ ലേണും സോൾവും പഠിക്കാനും ഒരു ക്വസ്റ്റ്യൻ കിട്ടി അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള സ്റ്റെപ്സ് ആണ് നോക്കുന്നത്. ആദ്യം നമുക്ക് സ്റ്റെപ്സ് ടു ലേൺ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫൈൻഡ് ദ ആൻസർ ആൻഡ് ലേൺ ദ ആൻസർ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയും അത് പഠിച്ചു വെക്കുകയും ചെയ്യും. അതോടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ആൻസർ അല്ലാതെ 2-3 ഓപ്ഷൻസ് കാണുമല്ലോ. ആ ഓപ്ഷൻസിൻ്റെയും മീനിങ്സ് കണ്ടുപിടിക്കുക. സെർച്ച് ആൻഡ് ഫൈൻഡ് ദ മീനിങ്സ് ഓഫ് ദ അതർ ഓപ്ഷൻസ്. കണ്ടുപിടിക്കുക. കീപ്പ് എ നോട്ട് ഓഫ് ഇറ്റ്. ആ ആൻസേഴ്സ് എല്ലാം, ആ മീനിങ്സ് എല്ലാം എഴുതി സൂക്ഷിക്കുകയും വേണം. പിന്നെ സെർച്ചിങ്ങും ഫൈൻഡിങ്ങും ഈ നോട്ട് ഉണ്ടാക്കലും ഒക്കെ ആരാണോ എക്സാം എഴുതാൻ പോകുന്ന ആ ആൾ തന്നെ തനിയെ ചെയ്യണം. മറ്റൊരാൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല. പിന്നെ ഇത് ചെയ്ത് ഇത് വേസ്റ്റ് ഓഫ് ടൈമും ആവരുത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. Okay. Give one word for each of the following expressions, choosing from those given below. Look at the first question. Responsible according to law. Eligible, legitimate, legalized, liable, offensive. നമ്മൾ നേരത്തെ തന്നെ ആൻസർ പഠിച്ചിട്ടുണ്ട്. റെസ്പോൺസിബിൾ അക്കോർഡിംഗ് ടു ലോ, ലയബിൾ. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഉള്ള വീഡിയോയിലും കണ്ടതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് റെസ്പോൺസിബിൾ അക്കോർഡിംഗ് ടു ലോ, ലയബിൾ. അപ്പോൾ നമുക്ക് അതറിയാം, ലയബിൾ. ഓക്കെ. അടുത്ത് ഇനി കുറച്ച് റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എലിജിബിൾ. എലിജിബിൾ എന്ന വേർഡിനെ സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. ഹാവിങ് ദ റൈറ്റ് ടു ഡു, ഹാവിങ് ദ റൈറ്റ് ടു ഗെറ്റ് സംതിങ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള, യോഗ്യമായ. ഓക്കെ. അടുത്ത വേർഡ് നോക്കിക്കേ, ലെജിറ്റിമേറ്റ്. അതും സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. കൺഫേമിങ് ടു ലോ ആൻഡ് റൂൾ. നിയമാനുസൃതമായ. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ഈസ് ലീഗലൈസ്ഡ്. നിയമവിധേയമായ. ടു അലോ സംതിങ് ബൈ ലോ. ലാസ്റ്റ് വേർഡ് ഈസ് ഒഫെൻസീവ്. കുറ്റകരമായ. കോസിങ് someone to feel upset or hurt. അങ്ങനെ ഒരു മീനിങ് ഉണ്ട്, മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം നിയമങ്ങളൊന്നും അനുസരിച്ചില്ലെങ്കിൽ അത് ഒരു ഒഫൻസ് ആണ്. അങ്ങനത്തെ മീനിങ്ങും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പഠിച്ചു വെക്കുന്നതല്ല, ബാക്കി ഓപ്ഷൻസിൻ്റെ മീനിങ് കൂടെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത് വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അടുത്ത് ഇനി സ്റ്റെപ്സ് ടു സോൾവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സും കൺഫ്യൂഷൻ. എത്ര ഓപ്ഷൻസ് കൂടുന്നോ അത്രയും കൺഫ്യൂഷനും കൂടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ്സും പാടില്ല, ഒരു കൺഫ്യൂഷനും ഒന്നും പാടില്ല. മൈൻഡ് കാം ആൻഡ് കൂളായിട്ട് ഇരിക്കുക. എന്നിട്ട് read the question carefully and understand it. Okay. Next is read the options carefully and understand the options as well. Third is write the answer if you know the correct answer. ചിലപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് നമുക്ക് അറിയാമായിരുന്നു. അപ്പം അറിയാമെങ്കിൽ അത് ആൻസർ എഴുതുക. ഇപ്പം അറിയാൻ വയ്യാത്തതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആ ഓപ്ഷൻസിൽ ഇതിന്റെ ആൻസർ അല്ലാത്ത ഓപ്ഷൻസ് ആണ്, റോങ് ആൻസേഴ്സ് നമുക്ക് ചിലതൊക്കെ മനസ്സിലാവും. അങ്ങനെയുള്ളത് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ അറിയാമെങ്കിൽ ഇത് റോങ് ആൻസർ ആണെന്ന് അറിയാമെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയാമായിരിക്കും, പക്ഷെ അപ്പം മറന്നുപോയി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് റീഡിങ്, സ്പീഡിനൊന്ന് വായിച്ചു പോവുക. അപ്പൊ അറിയാതെ ചിലപ്പോൾ ആൻസർ ഇങ്ങനെ പുറത്ത് ചാടി വരും. അതായത് നമ്മളിങ്ങനെ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, സ്ലിപ്പ് ഓഫ് ടങ് പോലെ ആൻസർ ഇങ്ങനെ ചാടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും കിട്ടിയില്ലെങ്കിൽ ഇനി അതിന് ഇപ്പം നമ്മൾ അറിയാത്തതെല്ലാം കട്ട് ചെയ്ത്
ഇനി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് വെച്ചോ. അതിൽ ഒട്ടും ചേരാത്തതിനെ അങ്ങ് ഓഡ് വൺ ഔട്ട് മാറ്റുക. ഒട്ടും ചേരാത്തതിന്, ഇതുമായിട്ട് ഒട്ടും മാച്ചിങ് അല്ലാത്തതിന്. പിന്നെ ഇനി 2 ഉള്ളൂ. അതിൽ 50-50 ഏതാണോ ഇതായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ള വേർഡിനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യേണ്ടത്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ആൻസർ ചെയ്ത് നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. Give one word for each of the following expression, choosing from those given below. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറേ സ്റ്റെപ്സ് പറഞ്ഞല്ലോ. അതിൽ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നോക്കി മനസ്സിലാക്കി എലിജിബിൾ, ലെജിറ്റിമേറ്റ്, ലീഗലൈസ്, ലയബിൾ, ഒഫൻസീവ്. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. റെസ്പോൺസിബിൾ അക്കോർഡിംഗ് ടു ലോ, ലയബിൾ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി. കോൺസ്റ്റന്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. പേഷ്യൻസ്, വിഗർ, enthusiasm, attempt, perseverance. അപ്പം നോക്കണം. പേഷ്യൻസ് കോൺസ്റ്റന്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. ഇല്ല, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, അത് അല്ല. അപ്പം അത് റോങ് ആൻസർ. അത് കട്ട് ചെയ്യുക. എലിമിനേറ്റ് ദ റോങ് ആൻസർ. ഓക്കെ. പിന്നെ വിഗർ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ എനർജി, ഒരു വീര്യം ഒക്കെ അല്ലേ. കോൺസ്റ്റന്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ് അല്ലല്ലോ. അപ്പൊ അതും അല്ല. അത് കട്ട് ചെയ്യാം. പിന്നെ അടുത്ത enthusiasm, attempt, perseverance. attempt എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യല്ലേ. അതല്ല. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ഡിയും കട്ട് ചെയ്തു. ഇനിയുള്ള വേർഡ്സ് enthusiasm, perseverance. enthusiasm എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര enthusiastic ആണ്. പിന്നെ ഉള്ളത് പെർസീവറൻസ്. enthusiasm അല്ല, റോങ് ആൻസർ. അപ്പൊ അതും മാറി. 50-50ന്ന് അതും മാറി. enthusiasm അല്ല. പിന്നെ ഏതേ ഉള്ളൂ? പെർസീവറൻസ്. അതിനാണ് കൂടുതൽ ചാൻസ്. അപ്പൊ നമ്മൾ പെർസീവറൻസ് സെലക്ട് ചെയ്യും. ഇങ്ങനെയാണ് വൺ വേർഡ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒപ്പോസ് ടു ഗ്രേറ്റ് ഓർ സഡൻ ചേഞ്ച്. ഓപ്ഷൻസ് വായിക്കുക. കൺസർവേറ്റീവ്, റെവല്യൂഷണറി, എവല്യൂഷണറി, സ്റ്റാറ്റിക്, ഓൾട്ടറബിൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ ആദ്യം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ലാത്തല്ലേ, മാറ്റമൊന്നും ഇല്ല, അതല്ല. ഓക്കെ. സഡൻ ചേഞ്ചിന് ഒപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റാറ്റിക് അല്ല. അൺഓൾട്ടറബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. അപ്പൊ അതല്ല. സ്റ്റാറ്റിക്കും അല്ല, അൺഓൾട്ടറബിളും അല്ല. പിന്നെ ഉള്ള 3 വേർഡ്സ് ഏതൊക്കെയാണ്? കൺസർവേറ്റീവ്, റെവല്യൂഷണറി, എവല്യൂഷണറി. അപ്പൊ റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ച് ആണ് ഭയങ്കരമായിട്ട്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒപ്പോസ് ടു ഗ്രേറ്റ് ഓർ സഡൻ ചേഞ്ച് ആണ്. അപ്പൊ റെവല്യൂഷണറി അല്ല. പിന്നെയുള്ള 50-50 ഏതൊക്കെയാണ്? കൺസർവേറ്റീവും എവല്യൂഷണറി. ഒന്നും കൂടെ തിങ്ക് ചെയ്യുക. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സഡൻ പ്രോസസ് അല്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. പിന്നെ കൺസർവേറ്റീവ്, ഓപ്പോസ് ടു ഗ്രേറ്റ് ഓർ സഡൻ ചേഞ്ച്. ശരിയാണ്. ചേഞ്ചസിനോടൊന്നും പെട്ടെന്ന് ഇഴുകി ചേരാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കൺസർവേറ്റീവ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ചേഞ്ചസ് ഒന്നും അവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ ഇരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കൺസർവേറ്റീവ് ആണ്, ഒപ്പോസ്ഡ് ടു ഗ്രേറ്റ് ഓർ സഡൻ ചേഞ്ച്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. എനിത്തിങ് റിട്ടൺ ഇൻ എ ലെറ്റർ ആഫ്റ്റർ ഇറ്റ് ഇസ് സൈൻഡ്. ഇനി നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പോസ്റ്റ്സ്ക്രിപ്റ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ദാറ്റ് വിച്ച് കനോട്ട് ബി ഡൺ വിത്തൗട്ട്.
ഇതില്ലാതെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം. ഇൻഡിസ്പെൻസിബിൾ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കുക. That's all. Thank you.